സാധാരണ പിള്ളേർ മലയാളി പിള്ളേർ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോകാൻ താല്പര്യപ്പെടുന്നത് ഒന്നെങ്കിൽ UK അല്ലെങ്കിൽ കാനഡ എന്നുള്ളൊരു ട്രെൻഡായിരുന്നു നമ്മൾ ഇത്രയും കാലം കണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ അയർലാൻഡിലോട്ടൊരു മാറ്റം വരുന്നുണ്ട്. നമ്മുടെ ഫീസ് ഒരു 10,000 12,000 യൂറോസ് ആ റേഞ്ചിലാണ് വരുന്നുള്ളൂ. ഓക്കെ, കമ്പയർ ടു ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഒരു കാനഡ. അപ്പോൾ ഈ അയർലാൻഡ് ശരിക്കും ഏത് പാർട്ടിലാണ്? യൂറോപ്പിൻ്റെ പാർട്ടിലാണോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കൺട്രി ആണോ? എന്തെങ്കിലും ഈവൻസ് ടിക്കറ്റ്സ് ആണെങ്കിലും ഇനി ട്രെയിൻ അല്ലെങ്കിൽ ബാക്കിയുള്ള ട്രാം, ട്രെയിൻ, ബസ് ഇതെല്ലാം 50% ഓഫാണ് സ്റ്റുഡൻസിന്. അയർലാൻഡിൽ സ്റ്റുഡൻറ്റ് വിസയായിട്ട് ഒരു സ്പൗസിനെ കൊണ്ടുപോകാൻ പറ്റുമോ? അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴാണ് നമുക്ക് സ്പൗസിനെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കുക? സോ നമ്മുടെ കൂടെ ഉള്ളത് ജസ്വിൻ ആണ്, നമ്മുടെ അയർലാൻഡ് മെൻറ്ററാണ്. എൻട്രി ഫ്ലൈയുടെ അയർലാൻഡ് മെൻറ്ററാണ് ജസ്വിൻ. So I personally welcome you, Jaswin, to the Entry Fraternity, and we are so privileged and it's our pleasure having you as our Ireland Study Abroad mentor. Thank you, Arshan. Welcome. Thank you. Okay. So ജസ്വിൻ, ആദ്യം തന്നെ എനിക്ക് ചോദിക്കാൻ താല്പര്യമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്വിൻ നാട്ടിൽ അണ്ടർ ഗ്രാജുവേഷൻ പഠിച്ചു, അതിനുശേഷം PG ചെയ്യാനായിട്ട് ഡേറ്റ അനലിറ്റിക്സിൽ PG ചെയ്യാനായിട്ട് അയർലാൻഡിലോട്ട് പോയി. അപ്പോൾ അതിനുശേഷം ആ ഒരു സെഗ്മെൻ്റാണ് ആദ്യം നമുക്ക് അറിയാൻ താല്പര്യമുള്ളത്. എങ്ങനെയായിരുന്നു ആ ഒരു ജേണി? ഈ അയർലാൻഡ് പറയുന്ന ഒരു കൺട്രി സെലക്ട് ചെയ്യാനുള്ളൊരു കാരണം എന്തായിരുന്നു? അതുകൂടാതെ തന്നെ അപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്ന ഒരു രീതിയിൽ ഒരു മൈൻഡ് സെറ്റ് എന്തായിരുന്നു? അതിനുശേഷം എങ്ങനെയാണ് ഈ ഒരു കോഴ്സ് എടുക്കാനായിട്ട് തീരുമാനിച്ചത്? അതിനെ പറ്റിയിട്ട് ഒന്ന് പറയാമോ? ഓക്കെ, ഞാനിവിടെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞത്. ഞാനിവിടെ നാട്ടിൽ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആക്സെഞ്ചർ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഒരു 3 വർഷം വർക്ക് ചെയ്തു. 3 വർഷം വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സാച്ചുറേഷൻ ഫീൽ ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് IT-ലൊന്ന് പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ട് എന്തെങ്കിലും പഠിക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും നല്ലൊരു സ്ഥലം അയർലൻഡാണെന്ന് എനിക്ക് തോന്നി. കാരണം അയർലൻഡിൽ ആ സമയത്ത് IT കുറച്ച് ബൂമിംഗ് ആയിരുന്നു. ഏത് കൊല്ലമായിരുന്നു അത്? 2017. അപ്പോൾ അന്ന് അധികം സ്റ്റുഡൻസ് അങ്ങനെ വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആ സമയത്താണ് അയർലൻഡിൽ 2 years സ്റ്റേ ബാക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൊണ്ടുവന്നത്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ നോക്കുമ്പോൾ അയർലൻഡിൽ ഇംഗ്ലീഷാണ് പറയുന്നത്. പിന്നെ IT അത്യാവശ്യം ബൂമിംഗ് ആണ്. പിന്നെ നല്ല കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഉണ്ട്. പിന്നെ 1 വർഷം നമുക്ക് കോഴ്സും ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഫീസ് ഒരു 10,000 12,000 യൂറോസ് ആ റേഞ്ചിലാണ് വരുന്നുള്ളൂ. കമ്പയർ ടു ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഒരു കാനഡ. അപ്പോൾ അങ്ങനെ നോക്കി കഴിയുമ്പോൾ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ പറ്റിയൊരു സ്ഥലം എന്നുള്ള രീതിയിലാണ് ഞാൻ അയർലൻഡിലേക്ക് പോയത്. അയർലൻഡ് ചൂസ് ചെയ്തത്. വെരി ഗുഡ്. അപ്പോൾ അന്ന് കാലഘട്ടത്തിൽ 2016 കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു? ഒറ്റയ്ക്കാണോ എല്ലാ പ്രോസസ്സും ചെയ്തത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ പോയത്? ആ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു? അതെനിക്കൊരു മണ്ടത്തരം പറ്റിയതാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് പോയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാനപ്പോൾ ഓൺലൈനിൽ നോക്കി അയർലൻഡിൽ എന്തൊക്കെ വിസയ്ക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റേഷൻ എന്താണെന്ന് വേണ്ടെന്ന് നോക്കി. അങ്ങനെ നോക്കി ഞാൻ തന്നെയാണ് അയർലൻഡിലേക്ക് വിസ അപ്ലൈ ചെയ്തത്. പക്ഷേ വിസ റിജക്റ്റ് ആയി അവസാനം. അപ്പോൾ പിന്നെ ഞാൻ അവസാനം വേറൊരു കൺസൾട്ടന്റിനെ കണ്ടുപിടിച്ച്, ഡൽഹി ബേസ്ഡ് കൺസൾട്ടന്റിനെ കണ്ടുപിടിച്ച് അങ്ങനെയാണ് ചെയ്തത്. ആ സമയത്ത് അങ്ങനെ നമുക്ക് ഗൈഡ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ബ്ലാക്ക് ബോക്സ് പോലെയായിരുന്നു, നമുക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് അവിടെ എത്തി. അങ്ങനെ ഉണ്ടായത്. ഓക്കെ, ഫൈൻ. സോ അവിടെ എത്തി. ഇപ്പോൾ അയർലാൻഡ് എന്ന് പറയുന്ന സമയത്ത് മലയാളി സ്റ്റുഡൻസിന് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു കൺട്രി ആയിട്ട് മാറുകയാണ്. കാരണം ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞത്, ഇപ്പോൾ US-ൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പോപ്പുലേഷൻ്റെ ഈക്വൽ ആയിട്ട് തന്നെ ഒരു ഇന്ത്യൻ സ്റ്റുഡൻറ്റ് പോപ്പുലേഷൻ അവിടെ നല്ല രീതിയിൽ വളർന്നു വരികയാണെന്നുള്ളതാണ്. സാധാരണ മലയാളി പിള്ളേർ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോകാൻ താല്പര്യപ്പെടുന്നത് ഒന്നെങ്കിൽ UK അല്ലെങ്കിൽ കാനഡ എന്നുള്ളൊരു ട്രെൻഡായിരുന്നു നമ്മൾ ഇത്രയും കാലം കണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ അയർലാൻഡിലോട്ടൊരു മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് വരുന്ന സമയത്ത് ഒരു കൺഫ്യൂഷനോടുള്ളത്, UK ബേസ്ഡ് ചെയ്തിട്ട് ഒരു നോർത്തേൺ അയർലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു കൺട്രി ഓൾറെഡി ഉണ്ട്. അതാവുമ്പോൾ UK-ൻ്റെ ഉള്ളിലുള്ളൊരു രാജ്യമാണ്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴാണ് അയർലാൻഡ് ഉള്ളത്. അപ്പോൾ ഈ അയർലാൻഡ് ശരിക്കും ഏത് പാർട്ടിലാണ്? യൂറോപ്പിൻ്റെ പാർട്ടിലാണോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കൺട്രി ആണോ? അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ UK-ലെ അല്ലേ അയർലൻഡ് എന്നുള്ളത്. പക്ഷേ ഞാൻ ആദ്യം പോയപ്പോൾ എനിക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം അയർലൻഡ് എന്ന് പറയുന്നത് ഒരു ഐലൻഡാണ്. ഈ ഐലൻഡിൻ്റെ നോർത്തേൺ അയർലൻഡ് എന്ന് പറഞ്ഞിട്ട് UK-യുടെ ഒരു ഭാഗമുണ്ട്. അത് ആക്ച്വലി വേറെ കൺട്രിയാണ്. പക്ഷേ ഈ ഐലൻഡായിട്ട് നമ്മൾ ഫിസിക്കൽ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അയർലൻഡിൻ്റെ താഴെ റിപ്പബ്ലിക് ഓഫ് അയർലൻഡ്, മുകളിൽ നോർത്തേൺ അയർലൻഡ് ബിലോങ്സ് ടു UK. റിപ്പബ്ലിക് അയർലൻഡ് ആണ് നമ്മൾ താമസിക്കുന്ന അയർലൻഡ്. ഈ റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമാണ്. അപ്പോൾ യൂറോപ്യൻ യൂണിയനിലെ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫ്രീ ട്രാവലും എല്ലാം അയർലൻഡിലേക്ക് ഉണ്ട്. പക്ഷെ നോർത്തേൺ അയർലൻഡിലേക്ക് ഇല്ല. അപ്പോൾ ഇപ്പോൾ ബ്രെക്സിറ്റ് വന്ന പിന്നെ നോർത്തേൺ അയർലൻഡും UK യൂറോപ്യൻ യൂണിയൻ്റെ പുറത്ത് പോയി.
അപ്പോൾ അത് വേറൊരു എൻറ്റിറ്റി ആയിട്ട് തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് നോർത്തേൺ അയർലൻഡിലേക്ക് ആക്ച്വലി നമുക്ക് വിസ വേണം, UK വിസ വേണം ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ അയർലൻഡിൽ റെസിഡൻ്റ് ആണെങ്കിൽ അവർ യൂഷ്വൽ ചെക്സ് ഒന്നുമില്ല, ബോർഡറിൽ അങ്ങനെ ചെക്സ് ഒന്നുമില്ല. ഇപ്പോൾ ഞാനിപ്പോൾ പണ്ട് വർക്ക് ചെയ്തിരുന്ന സ്ഥലം ലെറ്റർക്കണി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഞാൻ ഡബ്ലിൻ പോയിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഞാൻ ഈ നോർത്തേൺ അയർലൻഡ് കൂടി വേണം പോകാൻ. അപ്പോൾ ഞാൻ വേറൊരു രാജ്യം ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത്, പക്ഷേ വേറെ ചെക്സും പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ ബസ് റൂട്ട്സ് എല്ലാം അങ്ങനെയാണ് പോണത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു വേറെ രാജ്യത്തേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷെ നമ്മളെപ്പോഴും റോഡിൽ പോകുമ്പോൾ ഇപ്പോൾ കിലോമീറ്റർ എന്നുള്ളത് മൈലായിട്ട് മാറും, അല്ലെങ്കിൽ നമ്മൾ യൂറോ യൂസ് ചെയ്യുന്നത് അവിടെ സ്റ്റെർലിംഗ്, പൗണ്ട് സ്റ്റെർലിംഗ് ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു വേറെ രാജ്യത്തുള്ള ഫീലിംഗ് ഉണ്ടാവില്ല. പിന്നെ ചില കാര്യങ്ങൾ പ്രൈസ് അവിടെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ ബോർഡറിന്റെ അടുത്തായതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും സാധനം വാങ്ങാനുണ്ടെങ്കിൽ വേണമെങ്കിൽ പോയി വാങ്ങലൊക്കെ ചെയ്യാം. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ അവിടെ ഓൾറെഡി ഇപ്പോൾ ഒരു റെസിഡന്റ് ആണെന്ന് പറയുണ്ടായി, പിന്നെ വൈഫും കൂടെ തന്നെ അവിടെ ഉണ്ട്, ആളും അവിടെ വർക്കിംഗ് ആണെന്നുള്ളതാണ്. അപ്പോൾ അടുത്തൊരു മേജർ ആയിട്ടുള്ളൊരു ചോദ്യം എല്ലാ പിള്ളേരുടെ മൈൻഡിലും വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്പൗസ് വിസ. കാരണം അങ്ങനത്തെ ഒരു കാറ്റഗറി വിഭാഗമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം വൈഫിനെ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കാരുണ്ട്. അപ്പോൾ അത് കാരണം ആയിരിക്കാം ചിലപ്പോൾ UK നല്ലൊരു തള്ളിക്കയറ്റം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറച്ച് ലോസ് വന്നതുകൊണ്ട് സ്പൗസ് വിസ റദ്ദാക്കി അവിടെ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റുഡൻസ് ഉണ്ട്. കാനഡയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻസ് ഉണ്ട്, അവിടെ സ്പൗസ് വെൽക്കമിങ് ആണ്. പക്ഷേ കുറച്ച് വിഭാഗം ആൾക്കാർ ഇങ്ങനെ UK ഒരു ഇഷ്യൂ വന്നതുകൊണ്ട് അടുത്തൊരു രാജ്യം ഏത് സെലക്ട് ചെയ്യണമെന്ന് നോക്കുന്ന സമയത്ത് അവരുടെ ഒരു ഓപ്ഷൻസിൽ ടോപ്പായിട്ട് വരുന്നത് ഈ അയർലാൻഡാണ്. അപ്പോൾ ഈ അയർലാൻഡിൽ സ്റ്റുഡൻറ് വിസയായിട്ട് ഒരു സ്പൗസിനെ കൊണ്ടുപോകാൻ പറ്റുമോ? അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴാണ് നമുക്ക് സ്പൗസിനെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കുക? അതിനെ പറ്റിയിട്ടൊന്ന് പറയും. അയർലൻഡിൽ നമുക്ക് സ്റ്റുഡൻറ് വിസയിൽ സ്പൗസിനെ കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് സ്റ്റുഡൻറ് വിസയെ സമയത്ത് നമുക്ക് കിട്ടുന്ന സ്റ്റാമ്പ് അല്ലെങ്കിൽ നമ്മുടെ വിസ എന്ന് പറയുന്നത് സ്റ്റാമ്പ് 2 ആണ്. അത് 1 വർഷത്തേക്കുള്ള ഒരു വിസയാണ്. അപ്പോൾ അതിൽ നമുക്ക് സ്പൗസിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് എല്ലാ സ്റ്റുഡൻസിനും 2 വർഷത്തേക്ക് സ്റ്റേ ബാക്ക് കിട്ടും. അത് സ്റ്റാമ്പ് 1G എന്ന് പറയും. അതിലും നമുക്ക് സ്പൗസിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ജോലി കിട്ടിയിട്ട് നമ്മളൊരു വർക്ക് വിസയിലേക്ക് മാറുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്പൗസിനെ കൊണ്ടുപോകാൻ പറ്റും. അതിലും 2 തരം വിസയാണ്. ഒന്ന് ക്രിട്ടിക്കൽ സ്കിൽസ് വർക്ക് പെർമിറ്റ് ഉണ്ട്, പിന്നെ ഒന്ന് ജനറൽ വർക്ക് പെർമിറ്റ് ഉണ്ട്. ക്രിട്ടിക്കൽ സ്കിൽസ് വർക്ക് പെർമിറ്റ് ആണെങ്കിൽ നമുക്ക് ക്രിട്ടിക്കൽ സ്കിൽസ് ലിസ്റ്റ് എന്നൊരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ വരുന്ന എന്തെങ്കിലും ഒരു ജോലി ആയിരിക്കും. മിക്കവാറും എല്ലാ ടെക്നിക്കൽ ജോബ്സ്, IT ജോബ്സ്, അക്കൗണ്ടിങ്, അങ്ങനത്തെ ജോബ്സ് എല്ലാം ഇതിൽ പെടുന്നതാണ്. പിന്നെ അതിൻ്റെ ഒരു സാലറി ക്രൈറ്റീരിയയും കൂടി ഉണ്ട്. അപ്പോൾ ആ സാലറി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് ക്രിട്ടിക്കൽ സ്കിൽസ് വർക്ക് പെർമിറ്റ് കിട്ടുള്ളൂ. ആ ക്രിട്ടിക്കൽ സ്കിൽസ് വർക്ക് പെർമിറ്റ് ആണ് നിങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് തരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി നമ്മുടെ സ്പൗസിനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പം പിന്നെ ജനറൽ വർക്ക് പെർമിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്പൗസിനെ കൊണ്ടുപോകാൻ പറ്റുക. പിന്നെ ജനറൽ വർക്ക് പെർമിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സ്പൗസിന് വർക്ക് ചെയ്യാൻ പറ്റില്ല അവിടെ ചെന്നിട്ട്. സ്പൗസിന് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷെ ക്രിട്ടിക്കൽ സ്കിൽസ് വർക്ക് പെർമിറ്റ് ആണെങ്കിൽ നിങ്ങളുടെ സ്പൗസിന് അവിടെ 40 hours അല്ലെങ്കിൽ ഫുൾ ടൈം വർക്ക് ചെയ്യാം. അപ്പോൾ വേറൊരു കമ്പനിക്ക് ഇപ്പോൾ ഒരു ജോലി കൊടുക്കണമെങ്കിൽ ആൾക്ക് നമ്മുടെ സ്പൗസിന് വേറൊരു വിസ സ്പോൺസർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം അതൊരു ആഡ് അഡ്വാൻറ്റേജ് ആണ്. കാരണം ഈവൻ എൻ്റെ വൈഫ് വന്നപ്പോൾ ആൾക്ക് സ്റ്റാമ്പ് 1G എന്ന് പറയുന്ന സ്റ്റാമ്പ് 1G ആണ് സ്റ്റുഡൻസിന് സ്റ്റേ ബാക്ക് പീരീഡിൽ കൊടുക്കുന്ന വിസയും സ്പൗസിന് കൊടുക്കുന്ന വിസയും. രണ്ടും സെയിം വിസ തന്നെയാണ്, ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ വൈഫ് ജോലി അന്വേഷിക്കുന്ന സമയത്ത് ആൾക്ക് വേറൊരു വിസയുടെ ആവശ്യമില്ല, വേറൊരു വിസ സ്പോൺസർ ചെയ്യണ്ട. അപ്പോൾ അത് കമ്പനിക്ക് അതൊരു ബേർഡൻ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിൻ്റെ കമ്പനി പ്രിഫർ ചെയ്യും. അപ്പോൾ അത് കുറച്ചും കൂടി എളുപ്പമാണ് സ്പൗസസിന് ജോലി കിട്ടാൻ. ഹസ്ബൻഡിന് അല്ലെങ്കിൽ വൈഫിന്, അതായത് നമ്മുടെ സ്പൗസിന് ജോലി ഉണ്ടെങ്കിൽ അടുത്ത് വരുന്ന സ്പൗസിന് കുറച്ചും കൂടി ജോലി കിട്ടാൻ എളുപ്പമുണ്ട്. ഗ്രേറ്റ്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ളൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഡേറ്റ അനലിറ്റിക്സിലാണ് ജസ്വിൻ പഠിച്ചത്. അവിടെ ഒരു ട്രൈംസ്റ്റർ ആയിരുന്നു, ഏകദേശം 1.5 കൊല്ലം ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്തു, സക്സസ്ഫുള്ളി ജോബും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അവിടെ ജോലി സാധ്യതകൾ ഏറ്റവും കൂടുതൽ ഏത് രീതിയിലുള്ള കോഴ്സുകൾക്കാണ് അവിടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചുള്ളത്? ഇപ്പോൾ നമ്മൾ അയർലാൻഡ് എന്ന മൈൻഡിൽ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ IT സെക്ടർ ഇല്ലെങ്കിൽ ഫാർമ സെക്ടർ, ഇതൊക്കെയാണ് അവിടെ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാർ. പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് കൺഫ്യൂഷനും ഉണ്ട്. സാധാരണ ഒരു അക്കൗണ്ടിങ് കോഴ്സ് അല്ലെങ്കിൽ സാധാരണ ഒരു ഇന്ത്യയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ജനറിക് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ ചൂസ് ചെയ്തിട്ട് അയർലാൻഡിൽ പോകുന്നത് കാണുന്നുണ്ട്. പക്ഷേ അവർ പിന്നീട് അവിടെ എക്സൽ ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ്, ഒരു മലയാളി സ്റ്റുഡൻറ്റ് ഇവിടെ നിന്ന് അയർലാൻഡിൽ പോകുന്ന സമയത്ത് ഏത് രീതിയിലുള്ള കോഴ്സുകളാണ് അവരുടെ ടോപ്പ് പ്രയോറിറ്റി ഓപ്ഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്? അയർലൻഡ് എല്ലാവരും പറയുന്നത് ഒരു IT ഹബ്ബാന്നുള്ളതാണ്, IT ആൻഡ് ഫാർമ ഹബ്ബാണ്. അപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ IT ആൻഡ് ഫാർമയാണ് ഏറ്റവും കൂടുതൽ ഓപ്പണിങ്സ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. കാരണം
യൂറോപ്യൻ യൂണിയനിൽ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആകെയുള്ള ഒരു രാജ്യമാണ് അയർലൻഡ്. ഇപ്പോൾ നമുക്ക് ബ്രെക്സിറ്റ് കഴിഞ്ഞ പിന്നെ UK അതിൻ്റെ പുറത്ത് പോയി. അപ്പോൾ ബാക്കിയുള്ളത് അയർലൻഡ് മാത്രമാണ്. അപ്പോൾ എല്ലാ കമ്പനികൾക്കും ഓപ്പറേഷൻസ് എല്ലാം ബേസ് ചെയ്യാൻ താല്പര്യം കുറച്ചുകൂടി അയർലൻഡാണ്, കാരണം ഇംഗ്ലീഷ് കൺട്രി ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ IT അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ IT പഠിച്ച് പുറത്തിറങ്ങുന്ന പിള്ളേർക്ക്, അല്ലെങ്കിൽ നാട്ടിലൊരു 1-2 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ജോലി കിട്ടാൻ കുറച്ചുകൂടി നല്ല എളുപ്പമാണ്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ IT നമ്മൾ നാട്ടിൽ ഒരു 1-2 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായി അയർലൻഡിലേക്ക് വന്ന് സുഖമായിട്ട് ജോലി കിട്ടും. അതുപോലെ തന്നെ ഫാർമയും അത്യാവശ്യം നന്നായിട്ട് എക്സ്പോഷർ ഉള്ള ഒരു ഏരിയയാണ്. കാരണം ഇപ്പോൾ നോവാർട്ടിസ്, MSD, ആസ്ട്രസെനക്ക, അങ്ങനെ മിക്കവാറും എല്ലാ നല്ല കമ്പനികളും അയർലൻഡിൽ ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് ആണെങ്കിലും ഈ ബയോടെക്നോളജി ബേസ്ഡ് അല്ലെങ്കിൽ ഫാർമ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇവിടെ നാട്ടിൽ പഠിച്ചിട്ടും അവിടെ മാസ്റ്റേഴ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് സുഖമായിട്ട് ജോലി കിട്ടണം കണ്ടിട്ടുണ്ട്. പിന്നെ അക്കൗണ്ടിങ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അക്കൗണ്ടിങ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി നമ്മൾ ACCA ക്വാളിഫൈഡ്, അതായത് നമ്മൾ നാട്ടിലുള്ള ക്വാളിഫിക്കേഷൻ CA ക്വാളിഫൈഡ്, CPA ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറേ ഓഡിറ്റിംഗ് ഫേംസ് ഉണ്ട്, കൺസൾട്ടൻസീസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ജോലി കിട്ടാൻ എളുപ്പമുണ്ട്. പക്ഷെ അത് നമ്മൾ അത്യാവശ്യം ക്വാളിഫിക്കേഷനും വേണം. നമ്മൾ സ്റ്റഡീസ് മാത്രമല്ല, നമ്മുടെ സർട്ടിഫിക്കേഷൻസ് ക്വാളിഫിക്കേഷൻസും കൂടി ഉണ്ടെങ്കിലാണ് അവർ നമ്മളെ പ്രിഫർ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നുകിൽ നമ്മൾ ഇവിടുന്ന് തന്നെ ACCA അല്ലെങ്കിൽ CPA CA ഒക്കെ പാസ്സായിട്ട് വരിക, എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരു എൻട്രി പോയിന്റ് എന്നുള്ള രീതിയിൽ ഒരു കോഴ്സ് ചെയ്യുക, എന്നിട്ട് അവിടെ വന്നിട്ട് നമുക്ക് ജോലി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ അവിടെ വന്ന് നമ്മൾ എന്ത് കോഴ്സാണ് പഠിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ACCA അല്ലെങ്കിൽ CPA അങ്ങനത്തെ അങ്ങനത്തെ സർട്ടിഫിക്കേഷൻസ് ക്വാളിഫിക്കേഷൻസ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ജോലി കിട്ടും. അപ്പോൾ ഈ ഫാർമ, IT, പിന്നെ അക്കൗണ്ടിങ്, പിന്നെ ബാക്കി എല്ലാ കോഴ്സിനും അതിൻ്റെതായ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ബിസിനസ് ആണെങ്കിലും, ഇനിയിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിലും, ഫുഡ് ടെക്നോളജി ഒക്കെ കുറേ ഓപ്പണിങ്സ് വരുന്ന ഒരു സംഭവമാണ്. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇങ്ങനെ ഫുഡ് ടെക്നോളജിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ കുറച്ചും കൂടി കൂടുതൽ ഫാർമ, IT ആണ്, അക്കൗണ്ടിങ്. വെരി ഗുഡ്. പിന്നെ എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റുഡൻറ്റ് പോപ്പുലേഷന് അവിടെ പോയി പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അവിടെ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യാനുള്ള സാധ്യത എങ്ങനെയാണ്? അതൊരു 20 hours വരെ വർക്ക് പെർമിറ്റ് ഉണ്ട് സ്റ്റുഡൻറ്റ് വിസയിൽ പോയി പഠിക്കുന്ന കുട്ടികൾക്ക്. അതിനുശേഷം ഒരു വെക്കേഷനൊക്കെ ആവുന്ന സമയത്ത് ഒരു 40 hours വരെ അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൺട്രി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവരെങ്ങനെ വേണം അത് യൂട്ടിലൈസ് ചെയ്യാൻ? ഏതൊക്കെ മേഖലയിലാണ് ഇവർക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാനുള്ളൊരു സാധ്യത ഉള്ളത്? പിന്നെ എത്രത്തോളം ഒരു അവർലി പേയ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? പിന്നെ അതിനുശേഷം ഒരു കോഴ്സിന് ശേഷം ഈ IT ഫാർമയിലൊക്കെ ഉള്ളൊരു സ്റ്റുഡൻറ്റിന് നമുക്കൊരു ഫുൾ ടൈം ആയിട്ടുള്ളൊരു ജോബിലേക്ക് പോകുന്ന സമയത്ത് ഏകദേശം എത്ര പാക്കേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഒരു കാര്യം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് 20 hours വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂടെ വെക്കേഷൻ സമയത്ത് നമുക്ക് 40 hours വർക്ക് ചെയ്യാം. അപ്പോൾ 20 hours നമുക്ക് മിക്കവാറും എല്ലാ സ്റ്റുഡൻസും വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഷോപ്സിൽ, അല്ലെങ്കിൽ വെയർ ഹൗസുകളിൽ, അല്ലെങ്കിൽ ഗ്രോസറി ഷോപ്സ്, പിന്നെ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യും, പിന്നെ പ്രൈവറ്റ് കമ്പനികൾ, സർവേ എടുക്കുന്ന ജോലി, അങ്ങനത്തെ പലതരം ജോലികളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ 1-2 മാസത്തിനുള്ള എല്ലാവർക്കും എന്തെങ്കിലും ജോലിയൊക്കെ ആവും. അപ്പോൾ അങ്ങനെ ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു രാജ്യമല്ല. പാർട്ട് ടൈം ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. നമുക്ക് പേ കിട്ടുന്ന €12.70 ആണ് ഈ വർഷത്തെ പേ. ഈ വർഷം തുടങ്ങി €12.70 ആണ് പെർ അവർ നമുക്ക് കിട്ടുക. അപ്പം ബേസിക്കലി നമുക്കൊരു 20 hours വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരാഴ്ചയിൽ ഒരു €240 അല്ല, സോറി, €240 അല്ല, ഒരു ദിവസം നിങ്ങൾക്ക് ഒരു €100 കിട്ടും. അപ്പോൾ ഒരു 5 ദിവസം വർക്ക് ചെയ്ത് €500 നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ബേസിക്കലി നമ്മുടെ റെന്റും എക്സ്പെൻസസ് എല്ലാം കവർ ചെയ്ത് പോകാവുന്ന അത്യാവശ്യം ഉള്ള പൈസ നമുക്ക് ഗവൺമെൻറ് തരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇനി നമുക്ക് സ്റ്റേ ബാക്ക് പീരീഡിൽ, അതായത് നമ്മുടെ പഠിത്തം കഴിഞ്ഞ് നമ്മൾ ഗ്രാജുവേറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വിസ മാറും. അപ്പോൾ നമുക്ക് 40 hours വർക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് 2 വർഷത്തേക്ക് 40 hours ഫുൾ ടൈം വർക്ക് ചെയ്യാവുന്ന വിസയാണ്. ആ സമയത്ത് നമ്മൾ ബാക്കി എല്ലാവരെ പോലെ നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാം. നമുക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ല. 40 hours ഫുൾ ടൈം വർക്ക് ചെയ്യാം. അതും ഈ 1270 തന്നെയാണ് പേ. എന്നാലും നമുക്കിപ്പോൾ വേറെ ജോലി കിട്ടുന്നവരെ നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാം. €12-17 എന്ന് പറയുമ്പോൾ ഒരു 1200 to 1700 ഇന്ത്യൻ മണി അല്ലേ? ഏകദേശം ഒരു അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, അതിപ്പോൾ നമുക്ക് ബേസിക് പേ €12.70 ആണ്. അതിന്റെ മുകളിൽ ഇപ്പോൾ സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി €15, €16 ഒക്കെ കിട്ടും. ഇത് മണിക്കൂറിനാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. അതുപോലെ തന്നെ ഒരു ഫുൾ ടൈം ആയിട്ട് നമ്മളൊരു സ്റ്റുഡൻറ്റ് കൺവേർട്ട് ആവുന്ന സമയത്ത് ഏകദേശം ഒരു ഇയർലി പാക്കേജിലാണല്ലോ ഇപ്പോൾ നമ്മൾ പറയാറ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഏകദേശം എത്ര നമുക്ക് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്? ഇപ്പോൾ ജസ്മിൻ്റെ മേഖലയിൽ തന്നെ ഒരു ഡേറ്റ അനലിറ്റിക്സ് പഠിച്ച ഒരു വ്യക്തിക്ക് ഏകദേശം ഒരു എൻട്രി ലെവൽ എത്രത്തോളം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? പിന്നെ ഒരു 2-3 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് എത്രത്തോളം ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടാവും പാക്കേജിൽ?
നമുക്ക് ബേസിക് ആയിട്ട് എല്ലാ സ്റ്റുഡൻസിനും ഇപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ മിക്കവാറും കമ്പനി കൊടുക്കുന്നത് ജസ്റ്റ് ആ ക്രിട്ടിക്കൽ സ്കിൽസ് വർക്ക് പെർമിറ്റിൻ്റെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ളൊരു സാലറി ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം വരെ അത് 32,000 euros ആയിരുന്നു. 32,000. അപ്പോൾ 32,000 euros മിക്കവാറും എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അത് ഇത് പൈസ കൂട്ടി. പക്ഷേ മിക്കവാറും ഒരു 35,000 to 38,000 റേറ്റിൽ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 35 to 38 lakhsന്റെ ആ ഒരു റേഞ്ചിൽ നമുക്ക് ഏർണിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് അല്ലേ? ഒരു എൻട്രി ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു 2-3 years അല്ലെങ്കിൽ ഒരു 5 years എക്സ്പീരിയൻസ്ഡ് ആയി PR എല്ലാം കിട്ടി അങ്ങനത്തെ ഒരു വ്യക്തിക്ക് എത്രത്തോളം ഗ്രോത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഞാൻ അനലറ്റിക്സ് ഏരിയയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 4 വർഷം വരെ ഉണ്ടെങ്കിൽ നമുക്കൊരു 80,000 to 90,000 euros ഒക്കെ കിട്ടും. അതും ബേസിക്കലി നമ്മൾ ഒരു കമ്പനിയിൽ നിന്ന് വേറെ കമ്പനിയിലേക്ക് മാറുമ്പോൾ അത്യാവശ്യം നല്ലൊരു 40% 50% ഒരു ഹൈക്ക് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അത് നമുക്ക് എക്സ്പീരിയൻസ് കൂടുന്നതോടെ അത് നന്നായിട്ട് കൂടും. ഇപ്പോൾ നമ്മൾ ഒരു 10 വർഷം എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു 120,000 130,000 euros സാലറി കിട്ടുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ച് നമ്മുടെ ടാക്സും ഉണ്ട്. എന്നാലും അത്യാവശ്യം നമുക്ക് നല്ല സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സാലറി തരുന്ന ഒരു രാജ്യമാണ് അയർലൻഡ്. വെരി ഗുഡ്. അപ്പം നല്ലൊരു ഏർണിംഗ് പൊട്ടൻഷ്യൽ ഉള്ള, അതായത് ഒരു 10 years എക്സ്പീരിയൻസ് ഉള്ള ആൾക്കൊക്കെ 1.5 കോടി വരെ നമുക്ക് ഒരു ഏർണിംഗ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു രാജ്യമാണ് അയർലൻഡ്. സോ കമ്മിങ് ബാക്ക് ടു അയർലൻഡ്, അപ്പോൾ ഇത്രയും കൊല്ലം അവിടെ താമസിച്ച് ഏകദേശം ഒരു 5 years ആയി അല്ലേ? 5 years plus ആയിട്ട് അവിടെ 6 years ഓൾമോസ്റ്റ് ആയിട്ട് അയർലൻഡിലുണ്ട്. അയർലൻഡിൻ്റെ ഒരു വൈബ് എന്താണ്? ലൈക്ക് അവിടുത്തെ ഒരു കൾച്ചർ, അവിടുത്തെ ഒരു പീപ്പിൾ, ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യം ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻസിന് വളരെ എളുപ്പമാണ് അവിടെ, കാരണം ഒരു ലാംഗ്വേജ് ബാരിയർ അവിടെ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോകുന്ന മലയാളി സ്റ്റുഡൻസിന് എന്തൊക്കെ എക്സ്പെക്റ്റേഷൻസ് ആണ് അവരുടെ മൈൻഡിൽ വെക്കേണ്ടത്? അയർലൻഡ് എന്ന് പറയുമ്പോൾ അവിടെ പോകുമ്പോൾ എന്താണ്? കാരണം മിക്ക കുട്ടികൾക്കും വരുന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ അവർ പ്രോപ്പറായിട്ടൊരു സ്റ്റഡി ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ഗൈഡ് ചെയ്യാനായിട്ട് നല്ല കൺസൾട്ടൻസ് ഇല്ല പ്രോപ്പറായിട്ട്, ജെന്യൂൻ ആയിട്ട്. അതുകൊണ്ട് തന്നെ അവിടെ പോകുമ്പോൾ ഒരു കൾച്ചർ ഷോക്കാണ് അവർക്ക് വരുന്നത്. ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞ രീതിയിലല്ലല്ലോ ഞാനിവിടെ കാര്യങ്ങൾ കാണുന്നത്. അപ്പോൾ അവർക്കൊരു ഷോക്കാണ്. അപ്പോൾ അയർലാൻഡിൽ വരുന്ന കുട്ടികൾക്ക് എന്താണ് ജസ്വിൻ്റെ ഒരു ഫീഡ്ബാക്ക്? എന്തായിരിക്കണം അവരുടെ എക്സ്പെക്റ്റേഷൻസ്? അയർലൻഡ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ നല്ല ഫൺ ലവിങ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഇപ്പോൾ ഐറിഷ് പീപ്പിളും അങ്ങനെ തന്നെ നല്ല ഫൺ ലവിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ എല്ലാവരും പറയുന്നത് യൂറോപ്പിൻ്റെ ഒരു മെൽറ്റിംഗ് പോയിന്റ് ആണ് അയർലൻഡ്. നമുക്ക് യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലെ ആൾക്കാരെ കാണാൻ പറ്റും, കാരണം എല്ലാവരും വന്ന് വർക്ക് ചെയ്യുന്നൊരു സ്ഥലമാണ്. കാരണം ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയതുകൊണ്ട് അതിന് കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് ഇവിടെയുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് വർക്ക് ചെയ്യും. ഇപ്പോൾ US എന്നാണെങ്കിലും ഓസ്ട്രേലിയ അല്ലെങ്കിൽ ബാക്കി യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ എല്ലാവരും കാണാൻ പറ്റും. അപ്പോൾ ഒരു മിക്സഡ് കൾച്ചറാണ് അയർലൻഡിൽ. അതുകൊണ്ട് തന്നെ ഒരു അത്യാവശ്യം നമുക്ക് ഒരു രാജ്യത്ത് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് പല രാജ്യങ്ങളിലെ കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അയർലൻഡ്. പിന്നെ കുറച്ചുകൂടി കൾച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്കി പല കൗണ്ടികളുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി കൺട്രി സൈഡിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ഭയങ്കരമായിട്ട് വെൽക്കമിങ് ആണ്. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് വർത്തമാനം പറയുക, നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ സിറ്റിയിൽ ഇപ്പോൾ ഡബ്ലിൻ അല്ലെങ്കിൽ കോർക്ക് അങ്ങനെ സിറ്റികളിൽ കുറച്ചും കൂടി ആ ഇൻട്രാക്ഷൻസ് കുറവായിരിക്കും. പക്ഷെ ഞാൻ കുറച്ച് ആൾ കൺട്രി സൈഡിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വീട്ടിൽ വരുമ്പോൾ പറയും, ഇത് എന്ത് സ്ഥലമാണ്, ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലോ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അത്യാവശ്യം എനിക്കങ്ങനെ പേഴ്സണലായിട്ട് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. നല്ല രസമാണ്. പിന്നെ ക്ലൈമറ്റ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ക്ലൈമറ്റ് എപ്പോഴും കുറച്ച് മഴയും ഇതൊക്കെ ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് വിൻ്ററിലൊക്കെ ആകുമ്പോൾ കുറച്ച് തണുപ്പ്, കുറച്ച് മഴ. പിന്നെ സമ്മറിലാകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നല്ല സമ്മറൊക്കെയാണ്. അപ്പോൾ നല്ല സൺലൈറ്റ് കിട്ടും. നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ഔട്ട്ഡോർ പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യാനാണെങ്കിൽ തന്നെ ഇപ്പോൾ മലയാളി കമ്മ്യൂണിറ്റി നന്നായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം വള്ളംകളിയൊക്കെ ഉണ്ടായിരുന്നു അയർലൻഡിൽ. അപ്പോൾ അത്യാവശ്യം നല്ല ആക്ടിവിറ്റീസ് നടക്കുന്ന കാര്യങ്ങളാണ്. എല്ലാ സ്ഥലങ്ങളിലും മലയാളി കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര സഹായമുണ്ട്. ഇപ്പോൾ അമ്പലങ്ങളുണ്ട്, മലയാളി പള്ളികളുണ്ട്, മോസ്കുകളുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ട് ഇപ്പോൾ തോന്നില്ലേ. ഞാൻ 2016 വന്നപ്പോൾ കുറച്ചും കൂടി വ്യത്യാസമായിരുന്നു. കാരണം ഇത്രയും ഒരു പോപ്പുലേഷൻ ഉണ്ടായിരുന്നില്ല. നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ എവിടെ പോകണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, ആ പോപ്പുലേഷൻ കൂടി കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. നമുക്ക് ആൾക്കാരെ അപ്രോച്ച് ചെയ്യാനും കുറച്ചുകൂടി ആക്ടിവിറ്റീസും സംഭവങ്ങളെല്ലാം കുറച്ചും കൂടി കൂടുതൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഗ്രേറ്റ്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ അയർലാൻഡ് ഈസ് റാങ്ക് 3rd എന്നുള്ളതാണ്. അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ അയർലാൻഡ് വളരെ പീസ്ഫുള്ളാണ്, അവിടെ പ്രശ്നങ്ങളൊന്നുമില്ലേ? അതായത് നമ്മുടെ റാങ്കിങ് വളരെ പുറകിലാണ് ഇന്ത്യയുടെ. അതുപോലെ തന്നെ മിക്ക നമ്മൾ മലയാളി കുട്ടികൾ പോകുന്ന രാജ്യങ്ങളും അയർലാൻഡിൻ്റെ പുറകിലാണെന്നുള്ളതാണ്. പക്ഷേ അയർലാൻഡ് ഹാസ് ബീൻ റാങ്ക്ഡ് ആസ് ദി ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ 3rd റാങ്കാണ് അയർലാൻഡിനുള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? ലൈക്ക് ഹൗ പീസ്ഫുൾ ഈസ് അയർലാൻഡ്?
അയർലൻഡ് ജനറലി പീസ്ഫുൾ ആണ്. ഇപ്പം നമുക്ക് അങ്ങനെ ഒരു വിസിബിൾ ആയിട്ടുള്ള പ്രശ്നങ്ങളും പരിപാടിയൊന്നും ഇല്ല. പിന്നെ ഏത് രാജ്യത്ത് ചെന്നാലും അതിൻ്റെതായ ചിലപ്പോൾ ഇപ്പം നൈറ്റിലൊക്കെ ഇപ്പോൾ ആൾക്കാർ വെള്ളം അടിച്ചിട്ട് ടീസ് ചെയ്യല് അങ്ങനെ ചെറിയ ഉപദ്രവങ്ങൾ അതൊക്കെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അത് നമുക്കൊരു പ്രശ്നമായിട്ട് കൂട്ടാൻ പറ്റില്ല. അതുമ്പോൾ ബോയ്സിനാണ് അതൊക്കെ കുറച്ചുകൂടി ഉണ്ടാവുക. കാരണം നമ്മൾ ബോയ്സ് ഒരു രാത്രി 12 മണിയൊക്കെ വേറെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഷിഫ്റ്റൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ വർക്ക് ചെയ്യാറുണ്ട്. ഗേൾസിന് ജനറലി ഭയങ്കര സേഫാണ്. ഇപ്പം എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പം എല്ലായിടത്തും ചെറിയ പ്രശ്നങ്ങളും പരിപാടിയൊക്കെ ഉണ്ടാകുന്നാലും അയർലൻഡിൽ ജനറലി അങ്ങനെ പ്രശ്നങ്ങളില്ലാത്തൊരു രാജ്യമാണ്. പിന്നെ ഞാൻ കുറച്ചൊരു കൺട്രി സൈഡിലാണ് ഞാൻ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഞാൻ താമസിക്കുന്നത്. അവിടെയാണെങ്കിൽ ലൈക്ക് 0% ക്രൈം അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. കുറച്ച് ഡബ്ലിൻ സിറ്റി ബേസ്ഡ് അല്ലെങ്കിൽ കോർക്ക്, ഗോൾവേ, ലിമറിക് അങ്ങനത്തെ കുറച്ചൊരു സിറ്റികളിൽ വരുമ്പോൾ ചെറിയ ഫ്രിക്ഷൻ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. എന്നാലും വലിയ കാര്യമായിട്ട് എടുക്കാനുള്ള സ്റ്റുഡൻസിനൊന്നും അങ്ങനെ ഒരു വലിയ പ്രശ്നമില്ല. ഓക്കെ. പിന്നെ അറിയാനുള്ളൊരു കാര്യം ഇതിൽ കൾച്ചറിനെ പറ്റി നമ്മൾ സംസാരിച്ചു അയർലൻഡിൽ. പിന്നെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ഒരു സംഭവം എന്താ വെച്ചാൽ ഫുഡ്. കാരണം മലയാളി പിള്ളേർക്ക് എപ്പോഴും മലയാളി ഫുഡിനോടൊരു താല്പര്യം ഏത് ലോകത്തിൻ്റെ ഏത് കോർണറിൽ പോയി കഴിഞ്ഞാലും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഈ അയർലാൻഡിൽ ഈ മലയാളി ക്രേവിങ്സിനൊക്കെ നമുക്ക് കിട്ടുമോ? അതായത് ഇപ്പോൾ നാട്ടിൽ കിട്ടുന്ന ഈ പുട്ടുകടല അല്ലെങ്കിൽ അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ അയർലാൻഡിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ? പിന്നെ മാത്രമല്ല എത്രത്തോളം അക്കോമഡേഷൻ കിട്ടാനുള്ള സാധ്യത അവിടെയുണ്ട്? അതായത് ഒരു കാനഡയിലൊക്കെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരുപാട് മറ്റേ അക്കോമഡേഷൻ ക്രൈസിസും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ക്രൈസിസോ കാര്യങ്ങളോ അയർലാൻഡിൽ ഉണ്ടോ? പിള്ളേർക്ക് എളുപ്പത്തിൽ അക്കോമഡേഷൻ കിട്ടാനുള്ള സാധ്യതകൾ എങ്ങനെയൊക്കെയാണ്? അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ മലയാളി ടേസ്റ്റിലുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമോ? പിന്നെ അതിൻ്റെ ഒരു ലിവിങ് കോസ്റ്റ്, ഒരു മന്ത്ലി അവിടെ ജീവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് എത്രത്തോളം ലിവിങ് കോസ്റ്റ് ആവും? ഈ കാര്യങ്ങളോടൊന്ന് പറയാമോ? ആദ്യമായിട്ട് ഫുഡ് പറയുകയാണെങ്കിൽ ഇപ്പോൾ മലയാളി റെസ്റ്റോറൻറ്റ്സ് കുറേ ഉണ്ട് ഇപ്പോൾ അയർലൻഡിൽ. ഇപ്പോൾ ഈവൻ ഞാൻ ഈ അടുത്താണ് അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയത്. കാരണം നമ്മൾ സ്റ്റുഡൻറ്റ് പീരീഡിലായിരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സാലറി കുറച്ച് സേവ് ചെയ്ത് നമ്മൾ റെൻ്റൊക്കെ കൊടുത്ത് അങ്ങനെ ജീവിക്കുന്നത്. ഇപ്പോൾ ജോലി കിട്ടി കഴിയുമ്പോൾ നമ്മൾ അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇഷ്ടം പോലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും മലയാളി റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് വീക്കെൻഡൊക്കെ ആകുമ്പോൾ എല്ലാവരും എക്സ്പ്ലോർ ചെയ്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഗ്രോസറീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പം എല്ലാ മലയാളി കടകളും ഇപ്പോൾ നാട്ടിൽ കിട്ടുന്ന എല്ലാ ബ്രാൻഡും അവിടെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിൽ നിന്ന് മാറി നിൽക്കണ പോലെ തോന്നില്ല. ഇപ്പോൾ സ്വീറ്റ്സ് ആയാലും ഇപ്പോൾ നാട്ടിൽ കിട്ടുന്ന എല്ലാ പ്രോഡക്ട്സും അവിടെ കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. അങ്ങനെ ഫുഡ് അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമല്ല. കാരണം എല്ലാം അവൈലബിൾ ആണ്. പിന്നെ അക്കോമഡേഷൻ എല്ലാ സ്റ്റുഡൻസിനും കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് അതൊരു ബുദ്ധിമുട്ടല്ല. കാരണം മിക്കവാറും സ്റ്റുഡൻസ് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ വരുന്നതിന് ഒരാഴ്ച മുമ്പൊക്കെ ചിലപ്പോൾ അന്വേഷിച്ച് തുടങ്ങുള്ളൂ. കാരണം ചിലവർ വിസ വരാൻ വെയിറ്റ് ചെയ്യും, ചിലവർ വിസ വന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിലാണ് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ട് വരിക. നമ്മളൊരു 1.5 മാസം മുമ്പ് തന്നെ നോക്കി വെക്കുക. എന്നിട്ട് ആരുടെ അടുത്തെങ്കിലും സംസാരിച്ച് അങ്ങനെ നോക്കി സെറ്റാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് വരില്ല. ഇനി പിന്നെ അവിടെ ഏജൻസ് ഉണ്ട്, മലയാളി ഏജൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് അക്കോമഡേഷൻ തരുന്ന ചില കമ്മ്യൂണിറ്റി എല്ലാം ഉണ്ടാവും. ഇഷ്ടംപോലെ വാട്സാപ്പ് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്. മിക്കവാറും ഫാമിലീസ് എല്ലാവരും ഒരു വീട് വാങ്ങിക്കുകയാണെങ്കിൽ അവർ ഒരു ബെഡ്റൂം ഒക്കെ ഒരു സ്റ്റുഡൻറ്റിന് കൊടുക്കും. അപ്പോൾ സ്റ്റുഡൻസിനാണെങ്കിൽ കറക്റ്റായിട്ട് അവർ പാർട്ട് ടൈം ചെയ്ത് നമുക്ക് ഇവിടുത്തെ ഒരു PG പോലെ അല്ലേ, ഒരു പേയിങ് ഗസ്റ്റ് ആയിട്ട് അവർക്ക് അതുപോലെ. അപ്പം മിക്കവാറും ഡബ്ലിനിലൊക്കെ നല്ല അവൈലബിലിറ്റി ഉണ്ട്. പക്ഷേ ആൾക്കാരെങ്കിലും സ്റ്റുഡൻസ് അധികം എക്സ്പ്ലോർ ചെയ്യണില്ലേ ഇതൊക്കെ. അപ്പോൾ അത്യാവശ്യം നമ്മൾ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് നോക്കുക, അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് സുഖമായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷെ നമ്മളത് ഒരു പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യണം. നമ്മളൊരു 1.5 മാസം മുമ്പ് തന്നെ ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പ്രശ്നമില്ല. പിന്നെ റെൻറ്റ് വരാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു സിംഗിൾ റൂം ആണെങ്കിൽ ഒരു 750 euros ഒക്കെയാണ് സാധാരണ ഡബ്ലിനിലെ റേറ്റ്സ്. പിന്നെ കുറച്ചുകൂടി കൺട്രി സൈഡിൽ പോകുമ്പോൾ അത് കുറയും, ഒരു 400 euros നിൽക്കും. അപ്പോൾ കൺട്രി സൈഡിൽ കൺട്രി സൈഡ് ബേസ്ഡ് ആയിട്ടുള്ള കോളേജുകളാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് എക്സ്പെൻസസ് കുറയ്ക്കാം. റെൻ്റ് കുറച്ച് കുറവായിരിക്കും. ഡബ്ലിൻ ബേസ്ഡ് ആണെങ്കിൽ കുറച്ച് എക്സ്പെൻസ് കൂടും. പക്ഷേ ഡബ്ലിനിലെ സ്റ്റുഡൻസ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സിംഗിൾ റൂം എടുക്കാണ്ട് ഒരു ഷെയറിങ്ങിലോ ഒരു റൂമിൽ 2 പേര് അങ്ങനെയൊക്കെ വെച്ച് ഷെയറൊക്കെ ചെയ്ത് നമുക്കത് മാനേജ് ചെയ്ത് പോകാവുന്നുള്ളൂ. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ലിവിങ് കോസ്റ്റ് ഏകദേശം ഫുഡിന് ഏകദേശം എത്ര കോസ്റ്റാണ് ഒരു മാസം? ഒരു മലയാളി സ്റ്റുഡൻറ്റിന് ലിവിങ് കോസ്റ്റ് ഏകദേശം നമുക്കറിയാൻ സാധിച്ചു. അതുപോലെ തന്നെ ഫുഡിൻ്റെ ഒരു കോസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾക്ക് അറിയേണ്ടതായിട്ട് വേറെ എന്തെങ്കിലും കോസ്റ്റുകളുണ്ടോ ഒരു സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ? പിന്നെ ഫുഡിന് നമ്മൾ മിക്കവാറും എല്ലാവരും കുക്ക് ചെയ്യായിരിക്കും ഗ്രോസറീസ് വാങ്ങിച്ചിട്ട്. അപ്പോൾ നമ്മളൊരു 2-3 സ്റ്റുഡൻസ് ആയിട്ട് നിന്നിട്ട് ഒരുമിച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എല്ലാം കൂടി ഒരു 80 euros നമുക്ക് ഒരു മാസത്തെ ഗ്രോസറീസും ഒക്കെ വാങ്ങിക്കാൻ പറ്റും.
പിന്നെ ട്രാൻസ്പോർട്ട് സ്റ്റുഡൻസിന് എല്ലാം 50% ഓഫ് ഉണ്ട്. ഭയങ്കര ഫീസിബിൾ ആണ്. സ്റ്റുഡൻറ് അത് ഈവൻ നമുക്ക് എന്തെങ്കിലും ടിക്കറ്റ്സ്, വേറെ എന്തെങ്കിലും ടിക്കറ്റ്സ് ആണെങ്കിലും, എന്തെങ്കിലും ഈവൻസിനുള്ള ടിക്കറ്റ്സ് ആണെങ്കിലും, ഇല്ല ട്രെയിൻ അല്ലെങ്കിൽ ബാക്കിയുള്ള ട്രാം, ട്രെയിൻ, ബസ്, ഇതെല്ലാം 50% ഓഫാണ് സ്റ്റുഡൻസിന്. അപ്പോൾ സ്റ്റുഡൻസിന് ബേസിക്കലി ട്രാവലിംഗ് ഓൾമോസ്റ്റ് ലൈക്ക് വെരി അഫോർഡബിൾ ആണ്. അപ്പോൾ അതിന് വലിയ പൈസ വരില്ല. പിന്നെ വരുന്നത് ഈ ഗ്രോസറീസ് അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയി കഴിക്കുമ്പോൾ അങ്ങനെയുള്ള പരിപാടികൾ മാത്രം നമുക്ക് എക്സ്പെൻസ് വരുള്ളൂ. അല്ലാണ്ട് നമുക്ക് ലൈക്ക് നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഈ കിട്ടുന്ന സാലറിയിൽ കുറച്ചും കൂടി സേവ് ചെയ്ത് കുറച്ച് വേണമെങ്കിൽ നമ്മുടെ ലോണിലേക്കൊക്കെ അടയ്ക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ നമുക്ക് എൻട്രി ഫ്ലൈയിലൂടെ ഒരുപാട് സ്റ്റുഡൻസിനെ ഇപ്പോൾ ജസ്വിൻ ഗൈഡ് ചെയ്തിട്ടുണ്ട്, 1-on-1 ആയിട്ട് ഗൈഡ് ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പ് സെഷൻസിൽ ഗൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിൽ ഇപ്പോൾ കുറച്ച് ദിവസം ഉണ്ടാവും, അപ്പോൾ നേരിട്ടും ഗൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ സ്റ്റുഡൻസിന് കിട്ടുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് സ്റ്റുഡൻസിന്, അതായത് ഈ അയർലാൻഡിൽ തന്നെ ഉള്ളൊരു മെൻറ്ററുടെ ഒരു മെൻറ്റർഷിപ്പ് കിട്ടാനായിട്ട് ഒരുപാട് സ്റ്റുഡൻസിന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റുഡൻസിന് ആക്ച്വലി എന്താണ് ഒരു മെസ്സേജ്, ജസ്വിൻ്റെ സൈഡിൽ നിന്ന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസും പ്രോപ്പറായിട്ടുള്ളൊരു സപ്പോർട്ടും കൂടിയിട്ട് അവിടെ പോകുന്നതിൻ്റെ ഒരു ഡിഫറൻസും, അതുപോലെ തന്നെ അല്ലാതെ ഒന്നും പ്ലാൻ ചെയ്യാതെ ജസ്റ്റ് ഒന്ന് അയർലാൻഡിൽ പോകാം, എങ്ങനെയെങ്കിലും ഒന്ന് രാജ്യം വിട്ടാൽ മതി, ഒന്ന് ഇന്ത്യ വിട്ട് പുറത്ത് പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാറ്റഗറി സ്റ്റുഡൻസിനോടും എന്താണ് ജസ്വിന് പറയുന്നത്? ജസ്വിൻ്റെ ഒരു മെസ്സേജ് എന്തായിരിക്കും ഒരു മലയാളി സ്റ്റുഡൻസിന്, അയർലാൻഡിൽ പോകാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അയർലാൻഡ് വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഈ സ്റ്റുഡൻസിനോട് എന്താണ് ജസ്വിന് പറയാനുള്ളത്? എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, നന്നായിട്ട് നിങ്ങൾ അത് പഠിച്ചിട്ട് വേണം വരാൻ. നമ്മളൊരു നന്നായിട്ട് ഒരു റിസർച്ച് ചെയ്തിട്ട് വേണം അയർലൻഡിലേക്ക് വരാൻ. ഇപ്പം നിങ്ങളുടെ ഏരിയ ഏതാണ്, അതിന് അത്യാവശ്യം സ്കോപ്പ് ഉണ്ടോ? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാർമ, IT, അക്കൗണ്ടിങ്, ഇതെല്ലാം അത്യാവശ്യം സ്കോപ്പുള്ള പരിപാടിയൊക്കെയാണ്. അപ്പോൾ നമ്മൾ അത് ഇപ്പോൾ എൻട്രി നമ്മൾ ഗൈഡ് ചെയ്യും, നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഏത് കോഴ്സൊക്കെയാണ് നല്ലത്, ഏത് കോളേജുകളൊക്കെയാണ് നല്ലത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗൈഡൻസ് ഇപ്പോൾ ഞാൻ വന്ന സമയത്ത് മിസ്സിംഗ് ആയിരുന്നു. കാരണം എനിക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാനൊരു റാൻഡമായിട്ട് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ച ഒരു കോളേജിലാണ് ഞാൻ പോയത്. അപ്പോൾ അത് കുറച്ചും കൂടി നന്നായിട്ട് നിങ്ങൾ റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കോഴ്സും അത്യാവശ്യം സ്കോപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരിക. പിന്നെ അതുപോലെ തന്നെ ഇപ്പം മെൻറ്റർഷിപ്പിൽ നമ്മൾ പറയുന്ന പോലെ നമുക്ക് അക്കോമഡേഷൻ എല്ലാം ആദ്യം കൂട്ടി നമ്മൾ നേരത്തെ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അത് നോക്കി തുടങ്ങുക. പിന്നെ നമ്മൾ ആദ്യമായിട്ട് വരുമ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ വിസ, അല്ലെങ്കിൽ നമ്മളുടെ പബ്ലിക് സർവീസസ് കാർഡ്, അപ്പോയിൻമെൻറ്റ്സ്, പിന്നെ നമ്മളുടെ ഡോക്ടർ രജിസ്ട്രേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ, സ്കോളർഷിപ്സ് അത്യാവശ്യം സ്കോളർഷിപ്സ് കൊടുക്കുന്നു. മിക്കവാറും ചില സ്കോളർഷിപ്പ് 100% സ്കോളർഷിപ്സ് ഉണ്ട്, ചില കോളേജുകൾ സ്പെസിഫിക് ആയിട്ട് ഫീസ് സ്കോളർഷിപ്പ് ഉണ്ട്. ഇതെല്ലാം നേരത്തെ കൂട്ടി ഒന്ന് റിസർച്ച് ചെയ്ത് അത്യാവശ്യം നിങ്ങൾ അവസാനത്തെ സമയത്തേക്ക് വെയിറ്റ് ചെയ്യാണ്ട് കുറച്ച് നേരത്തെ കൂട്ടി അത്യാവശ്യം ഒരു വർഷം മുമ്പ് തന്നെ റിസർച്ച് തുടങ്ങുക. അങ്ങനെ അത്യാവശ്യം റിസർച്ച് ചെയ്തിട്ട് വരാൻ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അയർലൻഡിൽ പഠിക്കുന്നത് പറയുന്നത്. അപ്പോൾ അതാണ് എനിക്ക് ഇപ്പോഴത്തെ വരുന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ളത്. ഓക്കെ, ഗ്രേറ്റ്. സോ വൺസ് അഗെയിൻ വി ആർ വെരി പ്രിവിലേജ് ടു ഹാവ് യു ആസ് അവർ അയർലാൻഡ് മെൻറ്റർ ജസ്വിൻ. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്ക് എല്ലാം വളരെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. അതെല്ലാം വളരെ ക്ലിയർ കട്ടായിട്ട് അവർക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ. മിക്ക ആൾക്കാർക്കും വിസ സക്സസ്ഫുള്ളി കിട്ടി, കുറച്ച് പേര് വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞിരിക്കുന്നു, അവർ വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ താങ്ക് യു സോ മച്ച് ഫോർ ഗൈഡിങ് അവർ എൻട്രി ഫ്ലൈ സ്റ്റുഡൻസ് ഇൻ എ വെരി ഗുഡ് വേ. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റുഡൻസിന് ജസ്വിനായിട്ട് 1-on-1 ഇരിക്കാനും അതുപോലെ തന്നെ കൗൺസിലിങ്ങിലോട്ട് ഇരിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ much for your time, Jaswin. Thank you, sir. Thank you.